അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നൂറ അത് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് ഉമ്മയും ഉപ്പയും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. താൻ ചെയ്ത തെറ്റ് താൻ ഒരാളുമായി ചാറ്റ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. ആ ഒരു രീതിയിൽ തൻ്റെ ഭർത്താവ് ദിൽഷാദ് വളരെയധികം ക്രൂരമായി എല്ലാവരെയും പലതും അറിയിച്ചു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. ആയിക്കോട്ടെ റബ്ബേ, പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അവൾക്ക് ദിൽഷാദിനെ പിരിഞ്ഞു പോകുന്നതോ ഒന്നുമല്ല സങ്കടം. കാരണം ദിൽഷാദ് അവൾക്ക് സ്നേഹവും സന്തോഷവും ജീവിതത്തിൽ കൊടുത്തിട്ടില്ല. പക്ഷെ ആ ഉമ്മയെ ഓർത്തിട്ടാണ് അവൾക്ക് സങ്കടം. പാവം ഉമ്മ. ആ ഉമ്മ എന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്നെ സ്വന്തം മോളെ പോലെയാണ് ഉമ്മ നോക്കിയത്. എന്ത് ചെയ്യുക, ഫൗസിത്തയും ദിൽഷാദക്കയും ഓരോന്നെന്നെ കുറിച്ച് കുറ്റം പറയുമ്പോഴും അവരെയൊക്കെ ശകാരിക്കുമായിരുന്നു ഉമ്മ. ഇനി ഉമ്മയുടെ നേർക്കായിരിക്കും അവരുടെ വിളയാട്ടം. പാവം ഉമ്മ. എന്നാൽ നൂറക്ക് ആ ഉമ്മയെ വിട്ട് പിരിഞ്ഞു പോയതിൽ വല്ലാത്ത സങ്കടമുണ്ടായിരുന്നു. അവൾ ആ ഓട്ടോ യാത്രയിൽ ഒന്നും ആരോടും മിണ്ടാതെ ഇരുന്നു. ഇനി ബാപ്പയുടെ സ്വഭാവം എന്തൊക്കെയാണാവോ എനിക്കറിയുന്നില്ല റബ്ബേ. കാരണം എൻ്റെ ബാപ്പ ഇപ്പോഴൊന്നും ഒന്നും മിണ്ടുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണാവോ. അങ്ങനെ അതാ ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുത്തു. വീടിൻ്റെ തൊട്ടടുത്ത് അവർ ഇറങ്ങി. ആ, എത്ര എനിക്ക് വേണ്ടത്? അത് നിങ്ങൾ കണക്കാക്കിയാണ് തന്നാളേ. എന്നാ അത് പിടിച്ചോ. 500 നോട്ട് അതാ അയാൾക്ക് കൊടുത്തു. ബാക്കിയൊന്നും വേണ്ട, ഉണ്ടെങ്കിലും ഇതവിടെ വെച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അതാ നൂറയുടെ ബാപ്പ അകത്തേക്ക് കയറുന്നു. അയാളുടെ മുഖത്തേക്ക് നോക്കുവാൻ തന്നെ അവൾക്ക് ഭയമായിരുന്നു. എന്നാൽ നൂറ അതാ അവളുടെ ആ റൂമിലേക്ക് കയറി ചെന്നു. ഒരു നിമിഷം അവൾ വിങ്ങി പൊട്ടിപ്പോയി. ഉമ്മ. അതേ പുന്നാര മോൾക്ക് നല്ല ചായ അല്ലെങ്കിൽ നല്ല കടിയോ നല്ല ബിരിയാണിയൊക്കെ വെച്ച് കൊടുക്ക്. കാട്ടിക്കൂട്ടി വന്നക്കറുണ്ടില്ലേ ഒരുമ്പട്ടോള്. ശരിക്കും ബാപ്പയുടെ സ്വഭാവം അതാ മാറി തുടങ്ങുകയാണ്. നൂറ് ശരിക്കും ഞെട്ടി. പഠിച്ചറബേ അല്ല. എന്താട്ടി കേട്ടില്ല ജെ? എന്തെങ്കിലും വെച്ച് വിളമ്പി കൊടുക്കുന്ന പറഞ്ഞത്. എന്തൊക്കെ തന്നെയാലും അന്നൊരു കള്ളത്തരം ഞാൻ പിടിച്ചു കൊടുത്താണ് കെട്ടിച്ചു വിട്ടു. ഇപ്പോഴും ഓൻ തന്നെയാണോ അതിൻ്റെ പിന്നിൽ നിനക്കൊന്നും അറിയണം. എനിക്കത് അറിഞ്ഞാൽ മതിയാവോ. ഇക്ക അങ്ങനൊന്നും മിണ്ടാണ്ടിരിക്കി. ഓള് വന്നിട്ടുള്ളല്ലോ ഇങ്ങോട്ട്. ഓള് വന്ന് കയറിയപ്പോൾ തന്നെ നിങ്ങൾ തുടങ്ങിയോ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? തള്ളി മോളും കൂടിയും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ടൊന്നും. എന്ത് നാണക്കേടിലാക്കി ഇപ്പോൾ ആൾക്കാരെ മുന്നിലിട്ട് എന്നെ. മരുമകൻ എന്നെ വിളിച്ച് പറഞ്ഞ് പോയി കൊണ്ടുവന്നിച്ചേ. നിങ്ങളെ മോള് പവിത്രമായ സ്വാലിഹത്തായ മോള് എന്നാണ് പറഞ്ഞ് എന്നെ വിളിച്ചത്. അതേ ഓൻ അതല്ല, അതിൻ്റെ അപ്പുറം പറയും. നിങ്ങൾ ആ ഉമ്മ പറയണ നിങ്ങൾ കേട്ടില്ലേ? ഉമ്മ പറഞ്ഞു. ആ തള്ള പറഞ്ഞിട്ട് വിചാരിച്ചു കണ്ട് ഓൻ പറഞ്ഞ കാര്യമാക്കണ്ടേ. ഓനങ്ങനെ പലതും പറയും. ആ ഉമ്മ പറഞ്ഞ നിങ്ങൾ കേട്ടോ? അതെ, ഒരാളുടെ നല്ല സ്നേഹം കിട്ടാഞ്ഞാൽ അങ്ങനെയൊക്കെ തോന്നിപ്പോവും. അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും വിഷമം പങ്കുവെക്കാൻ ഒരാളൊക്കെ ഉണ്ടായി എന്നൊക്കെ വരും. അത് ഇത്ര വലിയൊരു തെറ്റായ കാര്യമാണോ? എടീ നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് നൂറയുടെ ഉമ്മയുടെ നേർക്ക് ഉപ്പ ഇളകി വരുന്നു. വേണ്ട പാപ്പ, ഉമ്മയൊന്നും ചെയ്യണ്ട, ഉമ്മയെ തല്ലണ്ട. നാണമില്ലല്ലോ ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് എന്തിൻ്റെ കേടാടി? ഒരാൾ എനിക്ക് കെട്ടിച്ച് തന്നിക്കണേ. ഇജ്ജ് ഓൻ്റെ ഒപ്പം പൊറുക്കണതിന് പകരം മറ്റുള്ളവർക്കാണല്ലോ ഇജ്ജ് മെസ്സേജ് അയച്ചും വിളിച്ച് നടക്കണത്. ബാപ്പ അതങ്ങനെയല്ല. പിന്നെ എന്താടി? എൻ്റെ കെട്ടിയോൻ വിളിച്ചതിനോട് പറഞ്ഞാൽ എന്താന്നോ? പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. ബാപ്പ അത് എൻ്റെ കെട്ടിയോൻ ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞേക്കണ്. ആരോടും മുണ്ടരുതെന്ന് പറഞ്ഞിട്ട്. ആരുടെ അങ്ങോട്ട് വന്നിട്ടത്? സത്യം പറഞ്ഞു. എൻ്റെ അടുത്ത് ആരാ വന്നത്? ഉപ്പ നിങ്ങൾ എന്തേ പറയുന്നത്? സത്യം പറയണം. എൻ്റെ അടുത്ത് ആരാ വന്നത് പറ. ഇല്ല, ആരുമില്ല. അത് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെന്നുണ്ട്. അന്നെ ആരാണ് പഴപ്പിക്കുക ഇപ്പോഴും നടക്കണം, എനിക്ക് നന്നായിട്ടൊന്ന് അറിയണം. അത് നൂറയുടെ ബാപ്പ അപ്പോഴും ദേഷ്യത്തിലായിരുന്നു. എന്നാൽ ഉമ്മ ഇടപെട്ടു. അതേ നിങ്ങൾ ദയവായി ഇഞ്ഞോളെ നേർക്കെടുക്കല്ലേ. എൻ്റെ കുട്ടി ഒരു മനസ്സമാധാനത്തോടെ ഇവിടെ നിന്നോട്ടെ. എടീ ജിന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. എന്നാൽ അപ്പോൾ തന്നെ അത് നൂറയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ആരായിട്ട് നോക്കട്ടെ. ഇങ്ങോട്ട് കാട്ടിക്കാനെ ഫോണ്. ഞാൻ എൻ്റെ ഫോണും എൻ്റെ തക്കൊണ്ട് കൊണ്ട, അല്ല ശരിയാവില്ല. ബാപ്പ അതാ ആ ശബ്ദം കേട്ടെടുത്തേക്ക് അവളുടെ ബാഗിൽ നിന്നായിരുന്നു ഫോൺ ബെല്ലടിച്ചത്. ഹലോ ഉമ്മ.
മോളെ എത്തിയില്ലേ? ആ, മോള് കരയണ്ട കേട്ടോ. മോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഒക്കെ പഠിച്ചവൻ്റെ വിദ്യാന്ന് കൂട്ടിയാൽ മതി. മോളെ നീ പോയിൻ്റെ ശേഷം എനിക്ക് സമാധാനമില്ലടി. എനിക്കിവിടെ നിൽക്കാൻ ഇടങ്ങാറാകണം. ദിൽഷാദും ഫൗസിയും എന്നെ തലങ്ങും വലങ്ങും ഓരോന്ന് പറയാണ്. മോളെ മോള് പോയിട്ട് എനിക്ക് വല്ലാത്ത വിഷമം മോളെ. സാരില്ല, നല്ല രീതിയിൽ നിന്നോ. എൻ്റെ മാപ്പിളുടെ ആ ഒരു കുത്തുവാക്കൊന്നും നീ കേൾക്കണ്ടല്ലോ. ഈ അവിടെ നിന്ന മോളെ. ഇൻഷാ അല്ലാ പഠിച്ചോൻ്റെ വിധി ഉണ്ടെങ്കിൽ ഉമ്മ ഒരു കാര്യം കണ്ടക്കണേ. ഇൻഷാ അല്ലാ. ഉമ്മ നിങ്ങൾ കരയില്ലേ? അതെ, ആ ഉമ്മയുടെ വാക്കുകൾ പുറത്തേക്ക് കേട്ടിരുന്നു. മനുഷ്യ നിങ്ങൾ കേൾക്കണുണ്ടോ? കണ്ട ഒരു ഉമ്മാൻ്റെ സ്നേഹമാണിത്. ഓളങ്ങനെ തെറ്റ് ചെയ്യണ കുട്ടിയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നെ കൊണ്ടൊന്നും പറഞ്ഞ എൻ്റെ മാനാണ് നഷ്ടപ്പെട്ടത്. അതെ, ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അതെ, ഓൾക്കൊരു ചെക്കനെ ഇഷ്ടമാണെങ്കിൽ അവർ തമ്മിലുള്ള കല്യാണം നടത്തി കൊടുക്കാനേ. ഇപ്പം എന്തായി? ഇപ്പം ഇവിടം വരെ എത്തിയില്ലേ? ഓനെ ഞാൻ ഒരു പ്രാവശ്യം കയ്യും കാലും ഞാൻ ഒടിച്ചിട്ടേക്കണേ. ഇനിയൊന്ന് കണ്ടുപിടിക്കണം ആരാന്നുള്ളതെന്ന്. ബാപ്പ ഒരിക്കലും നിങ്ങളെ ഉപദ്രവിക്കരുത്. ഞാൻ ഒരു തെറ്റിലേക്കും ഞാൻ പോവില്ല, ഞാൻ ചെയ്യൂല. പിന്നെ എങ്ങനെ ഇവിടെ എത്തിയത്? അതിൻ്റെ ഭർത്താവ് വളരെ മോശമാണ്. അത്രക്കും മോശമാണ് എൻ്റെ ഭർത്താവ്. ഒരിക്കൽ പോലും എന്നോട് നല്ല രീതിയിൽ പെരുമാറുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാനന്ന് ഇവിടെ നിന്ന് മണവാട്ടി ഇറങ്ങുമ്പോൾ ബോധം നഷ്ടമായതിനെ തുടർന്ന് എപ്പോഴും അതിനെക്കുറിച്ചുള്ള ദേഷ്യവും അതിനെക്കുറിച്ചുള്ള പറച്ചിലുമാണ്. പിന്നെ നിങ്ങളാരും എന്നെ വല്ലാതെ വന്നു നോക്കൂല, കൊണ്ടുവരില്ല. കെട്ടിച്ച് വിട്ടാൽ പിന്നെ ഇവിടെ ഉള്ള നിൽക്കല്. ബാപ്പയുടെ വാക്കുകൾ കേട്ട് നൂറ മൗനം പാലിച്ചു. ബാപ്പയോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാനിവിടെ നിൽക്കുന്ന ബാപ്പാക്ക് ഇഷ്ടാവില്ല. എന്നാൽ അപ്പോഴേക്കും ഉമ്മ അവൾക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു. എന്നാൽ മോളത് കഴിക്കേ, നല്ലോണം തീറ്റിപ്പോറ്റിക്കോട് ട്ടാ. മോളെ നല്ലോണം തീറ്റിപ്പോറ്റ്. എന്നിട്ട് ഒരു ഫോൺ കൊണ്ട് വെച്ചു കൊടുക്ക്. ഓളുള്ള മട്ടം പോലൊക്കെ കാട്ടട്ടെ എന്താന്നില്ലേ. ബാപ്പയ്ക്ക് പുറത്തിറങ്ങാൻ മടി. അതെ, ഞാൻ പുറത്തേക്ക് അങ്ങാടിക്കൊന്നും ഇറങ്ങൂല. ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് മരിച്ചാലും മണ്ടില്ല, ഞാൻ ഇറങ്ങൂല. അതെന്തേ? മോളിങ്ങനെയൊക്കെ കാട്ടിക്കുട്ടി വന്നിട്ട് ഇവിടെ നാടൊട്ടൊക്കെ ഫ്ലാഷ് ആയിട്ടുണ്ടാവും. ആജേരെ മോൾ അങ്ങനെ കാട്ടുകയെന്ന് പറയുമ്പോഴേ അത് എൻ്റെ മേത്തുനിന്ന് തൊലി അങ്ങോട്ട് ഉരിഞ്ഞു പോണേ പോലെയാണ്. എന്തായാലും ഈ ഒരുമ്പട്ടുള്ള കൊല്ലാണ് വേണ്ടത്, കൊല്ലുക. ബാപ്പയോട് ദേഷ്യം കലർന്ന ആ ഒരു സംസാരം കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞു, കൊല്ലാണ് നിങ്ങൾ ഇന്നെ കൊന്നോളി, നിങ്ങൾ തൊട്ട് പോവരുത്. എന്താടി എനിക്ക് എനിക്ക് എന്തിൻ്റെ കേടാ? ഞാൻ കാര്യം പറഞ്ഞു, എൻ്റെ കുട്ടീനെ നിങ്ങൾ വേദനിപ്പിക്കരുതെന്ന്. ദയവായി ഇവിടെ നിന്നോട്ടെ. എടി, എനിക്കൊരു സംശയം ഉണ്ടല്ലെങ്കിലും ഇവൾ എൻ്റെ മോളല്ലേ എന്നുള്ളത്. എൻ്റെ മോൾ ഇജ്ജാതി കുരുത്തക്കേട് ഒപ്പിക്കൂല. സത്യം പറയടി, ഇതാരെ മോളാ? പഠിച്ചോ, നിങ്ങൾ എന്തൊക്കെ പഠിച്ചോന്ന് പറഞ്ഞു ഓരോന്നും പറയല്ലേ. നിങ്ങളിപ്പോൾ എത്തി എന്തൊക്കെയാണ് നിങ്ങൾ പറയണത്? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ മനുഷ്യോ? ആടി, എനിക്ക് ഭ്രാന്ത് തേക്കണം, എനിക്ക് മൂച്ചി പിരാന്ത് തേക്കണം. ഇപ്പോൾ ഞാൻ എന്ത് വിളിച്ചു പറയും? സത്യം പറഞ്ഞോ, ഇതാരെ കുട്ടിയാ? ഇതിൻ്റെ മോൾ ഇങ്ങനെ ചെയ്യൂല. അതെ, പഠിച്ചോനെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. പഠിച്ച റബ്ബുണ്ട്, എന്നെ നിങ്ങളെ സൃഷ്ടിച്ച അള്ളയുണ്ട്, ഇതെല്ലാം കേൾക്കണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ പഠിച്ച റബ്ബ് ഒന്നിനും പഠിക്കൂല കേട്ടോ. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഒരാളുടെ കണ്ണുനീരിന് നിങ്ങൾ വില കൊടുക്കണം, മനസ്സിലായല്ലോ? നിങ്ങൾ പല തവണകളിലായാലും നിങ്ങളെ സ്വഭാവം അങ്ങനെ. നിങ്ങളെ സ്വഭാവമല്ലല്ലോ എനിക്ക്. ഞാനേ പഠിച്ച റബ്ബിനെ പേടിച്ച് കഴിയുന്ന പെണ്ണാണ്. എനിക്ക് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു ഭയമുണ്ട്, മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ എൻ്റെ മോൾ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് പഠിച്ചവനെ കുറേ പേടിച്ചിട്ട്. അത് മൂപ്പര് വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. എന്നാൽ ഈ സമയം അതാ ദിൽഷാദിൻ്റെ ഉമ്മ ആകെ ടെൻഷനിലായിരുന്നു, ആകെ സങ്കടത്തിലായിരുന്നു. അത് എല്ലാവരും കിടക്കാൻ പോയാലും പാവൻ നൂറ് എൻ്റെ കൂടെ അടുക്കളയിലുണ്ടാകും. രാത്രി എല്ലാ ജോലികളും കഴിച്ചു വെച്ച് അടുക്കളയെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് പാവം കിടക്കാൻ പോവുള്ളൂ. എൻ്റെ കട്ടിലിനിടയിൽ ഉമ്മ അത് നോക്കി. അത് അവൾ കിടന്നിരുന്ന ആ പായയും ആ തലേണയും കണ്ടപ്പോൾ ഉമ്മയുടെ നെഞ്ച് പൊട്ടി. മോളെ നൂറ, ഉമ്മ എന്നെ മറന്നിട്ടില്ല കേട്ടോ. എനിക്ക് മറക്കാൻ കഴിയണില്ല മോളെ. അതെ, ഉമ്മ ഉറങ്ങിക്കഴിഞ്ഞാലും അവളുണ്ടാകുമ്പോൾ ഒരു സമാധാനമാണ്. ഉമ്മ പെട്ടെന്നൊന്ന് എഴുന്നേൽക്കുമ്പോൾ അവൾ പറയും, ഉമ്മക്ക് വെള്ളം വേണോ? ചുടുവെള്ളം വേണോ? ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം ഉമ്മ. അതെ, ഞാനൊന്ന് ചുമച്ചാൽ പോലും വെള്ളമെടുത്ത് അവൾ തരും. പാവമാണ് ഓള്. പക്ഷെ എൻ്റെ മോള് ഫൗസി ഉണ്ടല്ലോ, അവളൊന്നും അതിനെ കിട്ടൂല. എന്നാൽ അന്ന് ഫൗസി അവിടെ ഉണ്ടായിരുന്നു. ഉമ്മ അതാ ഓരോന്ന് ആലോചിച്ച് കിടന്ന് വല്ലാതെ പ്രയാസപ്പെടുകയാണ്.
ആ സമയത്ത് ഉമ്മാക്കൊരു ചുമ ഇളകി. അത് എന്തോ ടെൻഷനിൽ ആലോചിച്ചിട്ട് എന്തോ അറിയില്ല, വല്ലാതെ ചുമക്കുന്നു. നിൽക്കാതെ ചുമയാണ്. ഫൗസി അപ്പുറത്തെ റൂമിലാണ്. അതിൻ്റെ റബ്ബേ, എന്തൊരു ചുമയാണിത്! ഒന്ന് പോയി വെള്ളം കുടിച്ചൂടെ? ചുമച്ചിട്ടങ്ങട്ട്. എന്നാൽ ഉമ്മാക്ക് ചുമച്ച് ശ്വാസം കിട്ടാതെ ആവുകയാണ്. പക്ഷേ ദിൽഷാദിനും ഉമ്മാനോട് ദേഷ്യമാണ്, ഫൗസിയക്കും. ഫൗസി അപ്പുറത്തെ റൂമിലുണ്ട്. അല്ലേ, അവൾ കേൾക്കുന്നുണ്ട്. അവൾ ചെവി പൊത്തിക്കിടന്നു. ഉമ്മ ഉറങ്ങാൻ സമ്മതിക്കൂല. കുറച്ച് വെള്ളം തരി മക്കളെ. ഒരു നിമിഷം ഉമ്മ ഓർത്തു, റബ്ബേ, എൻ്റെ നൂറ ഉണ്ടായിരുന്നെങ്കിൽ പാവം, ഒന്ന് ചുമച്ചാൽ പോലും അവൾ അടുക്കളയിൽ വെള്ളത്തിന് പോയി എടുത്തു കൊണ്ടുവന്ന് അങ്ങനെ തരുമായിരുന്നു. പാവം മോള്. എന്നാൽ ഉമ്മ ചുമച്ച് ആകപ്പാടെ വല്ലാത്ത വിഷമത്തിലായി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫൗസി എഴുന്നേറ്റിരുന്നു. ഇങ്ങളെന്താ, ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുമോ? എന്തൊരു ചുമയാണിത്! ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കും ഓളെ, കുറച്ച് അതെ, വേഗമാണ് പോയി നല്ലോണം കിടന്നിറങ്ങിക്കോളൂ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് അവൾ അവളുടെ റൂമിലേക്ക് തന്നെ പോയി. ഉമ്മ പതുക്കെ എഴുന്നേറ്റു. അതാ അടുക്കളയിലേക്ക് തപ്പിപ്പിടിച്ച് ചുമച്ചുകൊണ്ട് എഴുന്നേറ്റു. അതെ, കുറച്ച് ചുടുവെള്ളം കുടിച്ചാലേ മാറും. എങ്ങനെയൊക്കെയോ അതാ ഗ്യാസ് അടുപ്പ് കത്തിച്ച് വെള്ളം ചൂടാക്കി കുടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. വെള്ളം കുടിച്ചപ്പോൾ അല്പം ആശ്വാസം തോന്നി. അല്ലാ, അൽഹംദുലില്ലാ. പഠിച്ചവനെ, എൻ്റെ കുട്ടി നൂറട്ടോ. അല്ലാ, ഞാൻ നിന്നെ ഏൽപ്പിക്കാണോളെ. അവൾ പാവാണ്. പഠിച്ച റബ്ബേ, പാവം മോളാണ്. എപ്പോഴും എനിക്ക് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇന്നൊക്കെ രാത്രി ഭക്ഷണം കഴിച്ച പാത്രങ്ങളും അതും ഇതും അടുക്കളയിൽ എത്ര ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടീനോടൊന്നും ഓർപ്പിക്കാറില്ലായിരുന്നു. ആ ഫൗസി ഉണ്ടല്ലോ, എൻ്റെ പെറ്റ മോളാണല്ലോ ഞാൻ. ഒരു തരി എന്നോട് സ്നേഹമില്ല, എപ്പോഴും ചീത്തറിഞ്ഞുകൊണ്ടാണ്. ഉമ്മ അങ്ങനെ അറിഞ്ഞുകൊണ്ട്. ഏതായാലും എൻ്റെ നൂറമ്മോള് പോയി. ഉമ്മ സങ്കടത്തോടെ അതാ നേരെ ബെഡ്റൂമിലേക്ക് നിന്നു. അതെ, ആ പായ ഓർത്തപ്പോൾ ഉമ്മാക്ക് വല്ലാത്ത സങ്കടം തോന്നി. അത് ഉമ്മ ആ പായ നിർത്തി. അവൾ കിടന്ന ആ തലയിണയിൽ, ആ പായയിൽ ഉമ്മ കിടന്നു. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഉമ്മ കിടന്നു. നൂറ പോയിട്ട് ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കണം. നാളെ തന്നെ പോയി കൂട്ടിക്കൊണ്ടെന്നാലോ മോളെ? വേണ്ട, ഈ പിശാച്ചാലടിക്കോ. രണ്ടും കണക്കാ, എൻ്റെ മോനും കണക്കാ, മോളും കണക്കാ. എനിക്കൊരു അല്പമെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നത് അവളായിരുന്നു. സാരല്ല. ആ രാത്രി ഉമ്മ കണ്ണീരോടെ അതാ കിടന്നു. എന്നാൽ പിറ്റേന്ന് അതാ ഷെഫീക്ക് അങ്ങോട്ട് വന്നു, കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട്. ദിൽഷാദ്, എന്നാലും അത് വേണ്ടില്ലായിരുന്നു, ഈ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല കേട്ടോ. ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ജസ്റ്റ് ഒരു ചാറ്റിംഗ് ഒന്ന് കണ്ടെന്ന് വിചാരിച്ചിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരേനോ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ അപ്പൂതിന് പറഞ്ഞു വിട്ടത്? എടാ, അതിനെക്കുറിച്ചൊരു വാക്ക് പറയുന്നത്, ഇത് എനിക്കൊരു കാരണം കിട്ടിയതാണ്, അല്ലാതെ അതിൽ കുറേ ഇതൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എൻ്റെ ഒരു കാരണം, എനിക്ക് അവളെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്നുള്ള ചിന്തയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനു വേണ്ടി നിന്നതും. അതെ, ഞാൻ വിഷയം അങ്ങോട്ട് കുറച്ച് കൂട്ടിയുണ്ട് പറഞ്ഞു എല്ലാവരോടും. എടാ, അത് നിനക്ക് തന്നെ നാണക്കേടായില്ലേ? നീ നിൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ ഭാര്യ, ഞാൻ അവളായിട്ട് ഒരു ബന്ധമില്ല, പിന്നെ എങ്ങനെ എൻ്റെ ഭാര്യ അല്ല? പിന്നെ ശരിക്കും അതാ ദിൽഷാദ് പെട്ടെന്ന് ഓഫീസിലേക്ക്, എനിക്കിന്ന് കുറച്ച് നേരത്തെ ചെല്ലണം എന്ന് പറഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങി. എന്നാൽ വീട് പണി ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് ഷെഫീഖ് അവിടേക്ക് ചെന്നു. ഉമ്മ, എന്തൊക്കെയായി വീട് പണി? മോനെ, അതാ ഇന്ന് വന്നിട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ എന്നാ വരികയെന്നാവോ? ഉമ്മ, എന്തിനാ ഇത്രയൊക്കെ റിസ്ക് എടുത്തത് ആ പെൺകുട്ടിനെ? പൊന്നാര മോനെ, ഞാൻ എന്താ ചെയ്യുക? പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇവൻ്റെ ഇടയിൽ നിൽക്കണേക്കാളും നല്ലത് പോവന്നാണ്. എന്താ, തീരെ ഒരു സ്നേഹമില്ലാത്തൊരു ഭർത്താവ്, അതിനേക്കാളും നല്ല ഒറ്റപ്പെട്ട് ജീവിക്കുന്നതാണ്. പക്ഷേ മോനെ, എനിക്ക് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തോ ഉമ്മ? അതെ മോനെ, എന്തൊക്കെ തന്നെയായാലും ഓല് തമ്മിലെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു എന്നോ വിഷമങ്ങൾ പങ്കുവെച്ചെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിലൊരു വാശിയുണ്ട് എനിക്ക്. എന്തോ ഉമ്മ? അതെ മോനെ, എനിക്ക് ആ വാശി ഒന്ന് നിറവേറ്റണം. അതെ, മോൻ്റെ കൂട്ടുകാരനല്ലേ ഷാഹുൽ എന്ന് പേരുള്ളവന്? നല്ല മോനാണ് ആ കുട്ടി. എൻ്റെ മോനക്ക് വരെ അത്ര ഒരു സ്നേഹം എന്നോടില്ല. നല്ല കുട്ടിയാണ് ആ കുട്ടി. മോനെ, ഉമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ആ കുട്ടീനെ നമ്പറൊന്ന് തരുകയെ? ആ നമ്പറൊന്ന് തന്നിട്ട് എനിക്കൊന്ന് സംസാരിക്കണം മോനെ. ആയിക്കോട്ടെ ഉമ്മ, അതിനെന്താ? പൊന്നു മോനെ, ഞാൻ എന്നോട് പറയട്ടെ, പാവം മോളാണ് നൂറ. എനിക്ക് ഓളില്ലായിട്ടൊരു സമാധാനമില്ല.
എൻ്റെ മക്കൾ രണ്ടെണ്ണം ഉണ്ട് പറഞ്ഞിട്ട് എന്താ, ഇന്നൊരു നോക്കൊന്നുമില്ല. ഇന്നലെയൊക്കെ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഞാൻ ശ്വാസം കിട്ടാതെയായി. എൻ്റെ നൂറുണ്ടെങ്കിലോ എന്നെ വിളിക്കലും എന്നെ വിളിച്ചുകാണ്ട് വെള്ളം തരലും അങ്ങനെയായിരുന്നു മോനെ. അതുകൊണ്ട് മറക്കാൻ കഴിയൂല. ഉമ്മ നിങ്ങൾ വിഷമിക്കല്ലേ കേട്ടോ. ഓൾക്ക് നല്ലൊരു ജീവിതം പഠിച്ചാൽ കൊടുക്കട്ടെ. ഉമ്മ പറഞ്ഞല്ലോ ഷാഹുലിന് നമ്പർ ഞാൻ തരട്ടോ. മോനെ എനിക്കൊരു കാര്യം അറിയാണ്ട് ഉമ്മ, അത് എൻ്റെ മനസ്സിലും തോന്നിയൊരു കാര്യം തന്നെയാണ്. കാരണം ഇവർ ദിൽഷാദ് ഇത് വേണ്ട 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 എന്നിങ്ങനെ ദിക്കറിൽ നടക്കല്ലേ. പിന്നെ എനിക്കും എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം തന്നെയാണ്. ഷാഹുൽ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആയിക്കോട്ടെ മോനെ, എനിക്കും കാര്യങ്ങളൊക്കെ അറിയാം. എല്ലതും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു. അതേ ഉമ്മ, ഷാഹുലിന് നല്ല ഇഷ്ടമായിരുന്നു അവളെ. ബാപ്പാൻ്റെ വാശി കൊണ്ടാണ് നല്ല പണക്കാരെ വീട്ടിൽ കെട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിച്ചത്. എന്തായി പാവം ആ പെണ്ണ്. അന്ന് ഭക്ഷണം വെള്ളം കുറഞ്ഞതിൻ്റെ പേരിലും തല കറങ്ങി വീണിൻ്റെ പേരിലാണ് ഇത്രയധികം. മോനെ അതേടാ, എനിക്കൊരു വാശിയുണ്ട്. അതെ, ആ കുട്ടി എൻ്റെ മോളെ സ്വീകരിക്കാൻ തയ്യാറാവുമെന്നാവും. എൻ്റെ മനസ്സത്തൊരു ആഗ്രഹമാണത്. ശരിക്കും ഓലെ മുമ്പ് കൂടെ നടക്കണം. ദിൽഷാദിൻ്റെ മുമ്പിലൂടെ ഓലെന്നാൾ കൈ പിടിച്ച് നടക്കണം. അതാ വേണ്ടത്. മോളൊരു തെറ്റൊന്നും ഒന്നും നിൽക്കാറില്ലായിരുന്നോ? പക്ഷെ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ പിന്നെ ഇപ്പോൾ ആരായാലും ഹൃദയം ഒന്ന് തുറന്ന് പോലെ. ഓളോളെ ഹൃദയം തുറന്ന് അവളുടെ ആദ്യത്തെ പരിചയമുള്ള ആളോടൊന്ന് പറഞ്ഞ് വീട്ടിലെ ജോലിക്കൊക്കെ വന്നപ്പോൾ അപ്പോൾ അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ഒരു തെറ്റും ചെയ്യൂല. ഭർത്താക്കന്മാർ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ഭർത്താക്കന്മാർ നിൽക്കേണ്ട നിലക്ക് നിൽക്കണം ഓല് ഭാര്യമാരോട്. എന്നാൽ ഒരു തെറ്റിലേക്കും ഒരാളും പോവില്ല. പിന്നെ ഉണ്ട് ചിലർ ചതിക്കണോലെ. ഇവള് പിന്നെ ആ ഗണത്തിലൊന്നല്ല. കാരണം അത്രക്കും അവൾക്ക് വെറുത്ത് സങ്കടം വിഷമം കൊണ്ടൊക്കെ ഒന്ന് തുറന്ന് പറഞ്ഞു. ഞാൻ വായിച്ചില്ല മെസ്സേജ്. ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഞാൻ പരമാവധി ദിൽഷാദ് ഖാനെ ഞാൻ സ്നേഹിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷെ എന്നെ തീരെ പരിഗണിക്കണില്ല. പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പെണ്ണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അല്ലാതെ നമുക്ക് ഒളിച്ചോടാന്നോ അല്ലെങ്കിൽ വേറെ എവിടേക്കും പോകാനോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല മോനെ. അതൊക്കെയാണ് സ്ഥിതി. ഉമ്മ, എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം നൂറയുടെ വീട്ടിലത്തെ സ്ഥിതിയും കുറച്ചൊരു മോശം തോന്നുന്നുണ്ട് അല്ലേ. ബാപ്പ കുറച്ച് സ്ട്രോങ്ങാണ് തോന്നുന്നുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ അതാ ഷെഫീഖും ദിൽഷാദിൻ്റെ ഉമ്മയും കൂടെ പുതിയൊരു കാര്യത്തിന് വേണ്ടി തീരുമാനമെടുക്കുന്നു. നൂറയെ രക്ഷപ്പെടുത്തണം എന്നതായിരുന്നു അവരുടെ ചിന്ത. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാളെ കാണാം എന്നൊക്കെ പറയും. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കില്ലേ കാണല്. ടൈം ഉണ്ടാവും, അതിനനുസരിച്ച് വിടണ്ട കേട്ടോ. പിന്നെ നുസൈബ സ്റ്റോർ എന്താ വൈകുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു രാത്രി ആയാലും പകലൊക്കെ ആയാലും ഇടുകയാണെങ്കിൽ ചില സമയത്ത് നമുക്കൊരു സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ചിലപ്പോൾ അങ്ങോട്ട് കഴിയൂലല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് ചിലപ്പോൾ റേഞ്ച് പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ട് ലേറ്റ് ആകുന്നത് കേട്ടോ. എന്നാലും അൽഹംദുലില്ലാ പിറ്റേന്നൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, കമൻറ്റൊക്കെ വിടുന്നുണ്ട്. സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഇൻഷാ അല്ലാഹ് തീർച്ചയായും നിങ്ങളെ ദുആയിൽ ഞാൻ ഉൾപ്പെടുത്തും.